വർത്തമാനത്തിൽ നിന്ന് ചരിത്രത്തോട് തുലനം പഠനം നടത്തണം. ഇന്നലകളിൽ ലിബിയയെ ഭരിച്ചവരെവിടെ എന്ന് നാം ആലോചിക്കണം. കേവലം വർത്തമാനത്തിന്റെ പരാജയം വെച്ചാ പോരാ. ഇത് പറയുമ്പോ കേണൽ ഗദ്ദാഫിയുടെ എല്ലാ വാർത്തകളും മീഡിയയിൽ വരുന്ന ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല. കാരണം വാർത്തകൾ സൃഷ്ടിച്ചുവിടാൻ ഒരുപാട് കഴിവുള്ള യൂറോപ്യൻ സ്ക്രീനിലൂടെയാണ് വരുന്നത്. ചിലപ്പോൾ വാസ്തവ വിരുദ്ധങ്ങളും നമ്മൾ വായിച്ചെന്ന് വന്നേക്കാം. അതുകൊണ്ട് നമുക്ക് വരുന്നതെല്ലാം സത്യസന്ധമാണെന്ന് പറയാൻ പറ്റൂല. ഏതായാലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശോഭനമായ വാർത്തകളല്ല എന്ന് പറയാം. യമനിലെ ഭരണാധികാരി സ്വാലിഹ്, അദ്ദേഹത്തിന്റെ പിൻവാങ്ങലിന്റെ വാർത്തകൾ വായിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. എന്നാൽ യമൻ ആരുടെ നാടാണ്? ഹൃദയത്തോട് ചേർത്ത് പിടിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ നാട്. യമനിന്റെ ഗവർണർ പദവി കിട്ടിയപ്പോഴും എനിക്കിതൊന്നും ആവശ്യമില്ല. മേരെ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ പേഷ്വാ കെ ലിയെ മേ ഏ സബീ ഖുർബാൻ ദേതാ ഹൂ. എനിക്ക് രാജ്യം വേണ്ട, അധികാരം വേണ്ട. എനിക്കിതിനേക്കാൾ വലുത് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യമാണെന്ന് പറഞ്ഞ് ഗവർണർ പദവിയേക്കാൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആഗ്രഹിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്ത നാടാണ്. സിറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അധികാരം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഗവർണറായി. പറഞ്ഞു വിട്ടപ്പോ ആഹ്ലാദിച്ചിട്ടല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പോയത്. അള്ളാന്റെ ഹബീബിനെ വിട്ടിട്ട് പോണമല്ലോ, എനിക്ക് സിറിയയുടെ ഗവർണർ പദവി കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹമല്ല, ഹബീബിനെ വിട്ടു നിൽക്കേണ്ടി വരണമല്ലോ ദുഃഖാണ്. 3 മാസം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചു എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചു വിളിച്ചപ്പോ സിറിയയുടെ ഗവർണർ പദവി ഒഴിവാകുന്നതിൽ ദുഃഖമില്ല, അള്ളാന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകുന്നതിന്റെ സന്തോഷ. അതാണ് മുൻഗാമികളുടെ ചരിത്രം. അങ്ങനെയുള്ള ആത്മാർത്ഥതയുള്ള ഭരണാധികാരികൾ നടന്ന വഴിയിലൂടെ അണ്ടർഗ്രൗണ്ടിൽ കൊട്ടാരം ഉണ്ടാക്കിയിട്ട് രക്ഷയില്ല. ആധുനിക ആയുധങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. മോഡേൺ വാഹനങ്ങളിൽ സഞ്ചരിച്ചിട്ട് കാര്യമില്ല. വനിതാ വെപ്പാട്ടികളെ വെച്ചിട്ട് കാര്യമില്ല. ആത്മീയതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ വിജയിച്ചു. അപ്പോൾ നീ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്യണം. വമൻ അഅറദ അൻ ദിക്രി, ഖുർആനിനെ തൊട്ടൊരാളെ തിരിഞ്ഞു കളഞ്ഞാൽ ഫഇന്ന ലഹു മഈശതൻ മൻകാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദനാജനകമായ ശിക്ഷയാണ്, ജീവിതമാണ്. അതോടൊപ്പം ആത്മാന്തത ബാധിച്ച പുനരാവിഷ്കാരണമാണ് അവന് നൽകുന്നത്. അള്ളാഹുവോട് ചോദിക്കുന്നു, എന്തേ പടച്ചവനെ ഇങ്ങനെ? അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഖുർആനിനെ തൊട്ട് പിന്തിരിഞ്ഞവന് പരലോകത്ത് രക്ഷയില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, എത്ര സമയമാണ് നമ്മൾ വെറുതെ കൊന്നുകളയുന്നത്? രാവിലെയും വൈകുന്നേരവും രാത്രിയും അതാ സൊറയടിക്കാനും കമന്റടിക്കാനും തെരുവോരങ്ങളിൽ ഒടിഞ്ഞു കിടക്കുന്ന മരത്തിന്റെയും പോസ്റ്റിന്റെയും മേലെയിരുന്ന് കടത്തിണ്ണകളിൽ ഇരുന്ന് എത്ര സമയമാണ് കൊന്നുകളയുന്നത്? പക്ഷേ ഒരു പേജ് ഖുർആൻ ഓതാൻ എനിക്കും നിനക്കും നേരമില്ലേ മോനെ? പത്രം വായിക്കാൻ നേരമുണ്ട്, കമന്റ് അടിക്കാൻ നേരമുണ്ട്, കഥ പറയാൻ നേരമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ കലാമാകുന്ന ഖുർആൻ അതൊന്ന് പാരായണം ചെയ്യാനുള്ള നേരം എനിക്കും നിങ്ങൾക്കും ഇല്ലാതെയായി. പരിശുദ്ധമായ ഖുർആനിനെ തൊട്ട് ഒരാൾ തിരിഞ്ഞു കളഞ്ഞാൽ അയാൾക്ക് ആത്മീയമായ ജീവിതം നഷ്ടത്തിലാണ്. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോടും എന്നോടും ഓർമ്മപ്പെടുത്താനുള്ളത്, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനുള്ള സമയം നാം കണ്ടെത്തണം. ഖുർആനുമായി നാം പരിശുദ്ധമായ ബന്ധമുണ്ടാകണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുകയാണ്. ഓ അബൂ ഹുറൈറ, ഖുർആൻ പഠിക്കണേ അബൂ ഹുറൈറ. വഅല്ലിമുന്നാസ്, ജനങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. വലാ തസാലു കദാലിക ഹത്താ യതീകൽ മൗത്ത്, മരണം വരുന്നത് വരെ ഇത് തുടരുകയും വേണം.
فإن أتاك الموت وأنت كذلك. ഓ അബൂ ഹുറൈറ, ഖുർആനിന്റെ പഠനത്തിലും അധ്യാപനത്തിലുമായി നിങ്ങൾക്ക് മരണമാസന്നമായാൽ ഹജ്ജത്തിൽ മലായികത്തു ഇലാ ഖബരിക, മലക്കുകൾ നിങ്ങളുടെ അടുക്കലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നതാണ്. ജനങ്ങൾ മക്കയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്നത് പോലെ മലക്കുകൾ നിങ്ങളുടെ ഖബറിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്നതാണ്. അബൂ ഹുറൈറ, നിങ്ങൾ ഖുർആൻ പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലുമായി അന്ത്യസമയം വരെ ചെലവഴിച്ചാൽ മക്കയിലേക്ക് ജനലക്ഷങ്ങൾ കഅബാലയത്തെ ലക്ഷ്യം വെച്ച് വരുന്നത് പോലെ നിങ്ങളുടെ ഖബറിന്റെ അടുക്കലേക്ക് മലക്കുകൾ നിങ്ങളുടെ ഖബറിലേക്ക് ലക്ഷ്യം വെച്ച് വരുന്നതാണ്. അൽ ഖുർആനു ശാഫിഉൻ, ഖുർആൻ നിങ്ങൾക്ക് ശുപാർശയായി വരുന്നതാണ്. ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്നഹ്, ഒരാൾ ഖുർആനിനെ സ്വീകരിക്കുകയും അതിനെ മുന്നിൽ വെക്കുകയും ചെയ്താൽ അവനെ സ്വർഗത്തിലേക്ക് ഖുർആൻ നയിക്കുന്നതാണ്. വമൻ ജഅലഹു ഖൽഫഹു, ഒരാൾ ഖുർആനിനെ പരിഗണിക്കാതെ പിന്നോട്ട് തള്ളിയാൽ സാഖഹു ഇലന്നാർ, അവനെ നരകത്തിലേക്ക് അത് നയിക്കുന്നതാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനുമായി നമ്മൾ നിതാന്തമായി ബന്ധമുള്ളവരായാൽ ഖുർആൻ നമ്മെ സ്വർഗത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകും. പരിശുദ്ധമായ ഖുർആൻ നമ്മളെ സ്വീകരിച്ചു കൊണ്ടുപോകും. ഇദാ ഹബ്ബ അഹദുകും, നിങ്ങളിൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ യുഹദ്ദിസ റബ്ബഹു, അല്ലാഹുവിനോട് സംഭാഷണത്തിൽ ലക്ഷ്യം വെച്ചാൽ ഫൽയഖ്റഅൽ ഖുർആൻ, അവൻ ഖുർആൻ പാരായണം ചെയ്യട്ടെ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിനോട്, മനുഷ്യന്റെ രക്ഷിതാവായ പടച്ചവനോട് സംഭാഷണം നടത്തേണ്ടി വന്നാൽ മോനെ ഖുർആനങ്ങ് തുറന്നിട്ട് നീ പാരായണം ചെയ്തോ, അത് റബ്ബിനോടുള്ള സംഭാഷണമാണ്. അറിയുമോ സഹോദരാ, ഖുർആൻ പാരായണം ചെയ്തിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുആയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. طوبى لمن يبعث يوم القيامة وجوفه محشو بالقرآن والفرائض والعلم. എത്ര മനോഹരമാണ് നാളെ പരലോകത്തേക്ക് അനയിക്കപ്പെടുന്ന സമയത്ത് ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനും ദീനിന്റെ നിയമങ്ങളും ഉണ്ടായാൽ തൗബാ ലഹു, അവന് മംഗളം, അവന് സ്വാഗതം. ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. മോനെ, അതുകൊണ്ട് ചുരുങ്ങിയത് 1 മാസം കൊണ്ട് 1 ഖത്മുവെങ്കിലും ഓതാൻ കഴിയണം. ഏറ്റവും മാക്സിമമാണ്. നിനക്ക് തീരെ സമയമില്ലെങ്കിൽ 2 മാസം കൊണ്ടെങ്കിലും 1 ഖത്മ നീ തീർക്കണം. ഖുർആൻ പൂർണ്ണമായും ഒന്ന് പാരായണം ചെയ്യണം മോനെ. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനുമായി നീ റബ്ബിന്റെ അടുക്കലേക്ക് ഹാജരായാൽ ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലേക്ക് നിന്റെ ഖുർആൻ നിന്നെ നയിക്കുന്നതാണ്. കാരണം ഔലിയാക്കളായ ഔലിയാക്കളെല്ലാം ഇമാം അശ്ശറാനി രേഖപ്പെടുത്തുന്നു, മിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും കസറത്തുൽ ഖൗഫി മിനല്ലാഹി തആല ഇദാ ദുകിറു അഹ്വാല യൗമൽ ഖിയാമ വകസറത്തുൽ ഗശിയാനി വസ്സഖീന സമിഉൽ ഖുർആന വദ്ദിക്റ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരാണ്? അവർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്ന് കേട്ടാൽ അവരതിൽ ലയിച്ചുകൊണ്ട് ബോധഭ്രമം സംഭവിച്ചു പോവുകയാണ്. കാരണം അവരുടെ ജീവിതത്തെക്കാളും അവർ ഇഷ്ടപ്പെടുന്നത് ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും വഴിയിൽ തമ്പടിച്ചു നിൽക്കുന്നു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഈ രാത്രിയിൽ ആരാണ് ഞങ്ങൾക്ക് ഉണർന്നിരുന്നു കൊണ്ട് ഈ സംഘത്തിന് സെക്യൂരിറ്റി ആവുക? അപ്പോഴാണ് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ ഞാൻ നിന്നോളാം. കൂടെ ആരാണ് നിൽക്കുക? ഉബ്ബാദ് ബിൻ ബിശ്ർ തങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നുകൊള്ളാം. ഉബ്ബാദും അമ്മാറും റളിയല്ലാഹു അൻഹുമാ ചുണക്കുട്ടന്മാരായ ഇസ്ലാമിന്റെ ചെറുപ്പക്കാരാണ്. എന്റെയും നിന്റെയും യുവത്വം എന്തിനാ ചെലവഴിക്കുന്നത്?
വേനൽക്കാലമായാൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളയാനാണ്. എത്രയോ മണിക്കൂറുകൾ TV സ്ക്രീനിന്റെ മുമ്പിൽ വെക്കാനാണ്. എത്രയോ മണിക്കൂറുകൾ കലാലയത്തിന്റെ മുറ്റത്ത് കമന്റടിച്ച് കളയാനാണ്. എത്രയോ സമയം കൂട്ടുകാരുമൊത്ത് കൂത്താടാനാണ്. എത്രയോ സമയം ഉറങ്ങിക്കളഞ്ഞു പോകാനാണ്. അനാവശ്യ പ്രവണതകളിലായി എന്റെയും നിന്റെയും ജീവിതത്തിന്റെ സമയങ്ങളങ്ങ് കളയുമ്പോ അതാ സ്വഹാബാ കിറാമിൽപ്പെട്ട രണ്ടുപേര് പറയുന്നു, ഒന്ന് ഉബ്ബാദാണ്, രണ്ട് അമ്മാറാണ്. രണ്ടുപേരും പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ രാത്രിയിൽ ഞങ്ങൾ ഈ സംഘത്തിന്റെ സെക്യൂരിറ്റിയായി നിന്നോളാം. രാത്രിയായി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈന്യം ഉറങ്ങുകയാണ്. ഉബ്ബാദും അമ്മാറും കൂടി നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, രണ്ടാളും കൂടെ ഒരുമിച്ച് ഉണർന്നിരുന്നാൽ, രണ്ടാളും കൂടെ ഒരുമിച്ച് ഉറങ്ങിപ്പോയാൽ ശത്രുക്കൾക്ക് വന്ന് കയറാൻ എളുപ്പമായി പോകും. അതുകൊണ്ട് ഉബ്ബാദെ ഉറങ്ങിക്കോ. ഉബ്ബാദ് പറഞ്ഞു, അമ്മാറെ ഉറങ്ങിക്കോ, ഞാൻ ഇവിടെ കാവൽ നിന്നോളാം. എനിക്ക് ഉറക്കം വരുമ്പോൾ നിങ്ങളെ ഞാൻ വിളിച്ചുണർത്തിക്കോളാം. ഷിഫ്റ്റ് ചെയ്ത് ഡ്യൂട്ടി ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു കിടക്കുകയാണ്. അമ്മാർ കിടക്കുന്നു, ഉബ്ബാദ് നിൽക്കുന്നു. ഉബ്ബാദ് ആലോചിക്കുകയാണ്, ശത്രുക്കള് വന്നെങ്കിലല്ലേ നേരിടേണ്ടതുള്ളൂ, വെറുതെ എന്തിനാണ് നിന്ന് സമയം കളയുന്നത്? അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടൊന്ന് നിൽക്കാം. അപ്പോഴാണ് ലോകഗുരുവായ പുണ്യപ്രവാചകരുടെ വിശുദ്ധ പാഠശാലയിലെ ആധ്യാത്മികതയുടെയും പാഠഭാഗങ്ങളെ ഏറ്റെടുത്ത ഉബ്ബാദ് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുകയാണ്. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കാൻ നിൽക്കുക. ആ നിസ്കാരത്തിൽ നിൽക്കുമ്പോഴാണ് ശത്രുപാളയത്തിൽ നിന്ന് ആളുകൾ നോക്കുമ്പോൾ ഒരാൾ ഉറങ്ങുക, ഒരാൾ നിസ്കരിക്കുക. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. എതിരാളിയുടെ വില്ല് വലച്ചിട്ട് അമ്പെയ്യുകയാണ്. ഉബ്ബാദിന്റെ ശരീരത്ത് വന്ന് കയറുന്നു. ഉബ്ബാദ് കുലുങ്ങിയില്ല, അമ്മാറിനെ വിളിച്ചില്ല. ഉബ്ബാദ് ഇളകിയില്ല, അമ്മാറിനെ വിളിച്ചില്ല. രണ്ടാമത്തെ അമ്പും വന്ന മാറിലങ്ങ് കയറി. ഉബ്ബാദ് നിന്ന് നിസ്കരിക്കുകയാ, അമ്മാറിനെ വിളിച്ചില്ല. ആ മൂന്നാമത്തെ അമ്പും വന്ന മാറിൽ അപകടകരമായി അങ്ങ് തുളച്ച് കയറിയപ്പോഴാണ് ഉബ്ബാദ് വിളിക്കുന്നു, അമ്മാറേ എഴുന്നേൽക്ക്, അമ്മാറേ, അള്ളാന്റെ റസൂലിന്റെ സൈന്യത്തിന് കാവലായി നിൽക്കൂ. കാരണം എന്തേ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാവൽക്കാരാണ് നമ്മൾ. പുണ്യപ്രവാചകരുടെ പാതിരാത്രിയിലെ കാവൽക്കാരാണ് നമ്മൾ. दो आदे दीदार पर लुत्फों का मोह ही जाएगा. साइलो दामन सखी का धाम लो, कुछ न कुछ इनाम हो ही जाएगा. അരുതായ്മകളുടെ ആലയത്തിൽ നിന്ന് അശാസ്യതയുടെ ലോകത്തേക്ക് ആശ്വാസത്തിന്റെ തെളിനീരുയർത്തിയ അന്ത്യപ്രവാചകർ പുണ്യപൂമാന്റെ വിശ്രമത്തിന് തടസ്സം വന്നുകൂടാ. മദീനയിലെ മണവാളന്റെ ഉറക്കത്തിന് വിഘ്നം വന്നുകൂടാ. മദീനയിലെ മണവാളന്റെ അനുയായികൾക്ക് പ്രയാസമുണ്ടായിക്കൂടാ. ഉബ്ബാദ് അമ്മാറിനെ വിളിക്കുകയാണ്. അമ്മാർ ഉണർന്നിട്ട് ചോദിക്കുന്നു, നോക്കിയപ്പോ മാറില് 3 അമ്പ് തളച്ചിട്ട് മാരകമായി നിൽക്കുന്ന ഉബ്ബാദ് ചോദിക്കുന്നു, ഉബ്ബാദേ, എന്തുകൊണ്ടാ വിളിക്കാതിരുന്നത്? 3 അമ്പെയ്യുന്നതിന്റെ ഇടയിൽ എത്ര സമയമാണ് ഗ്യാപ്പുള്ളത്? ഒന്ന് വിളിച്ചുകൂടായിരുന്നോ? അപ്പോഴാണ് ഉബ്ബാദ് ബിൻ ബിശ്ർ പറയുകയാണ്, ഞാൻ വിളിച്ചത് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല അമ്മാറേ.
ഞാൻ വിളിച്ചത്, ഞാനിവിടെ മരിച്ചു വീണുപോയാൽ ഈ സൈന്യത്തിന്റെ സെക്യൂരിറ്റി നഷ്ടമായി പോകും. ഞാനിപ്പോഴും വിളിക്കാൻ എനിക്ക് വേണ്ടിയാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. എന്തേ? ഞാൻ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുകയാ. അതിന്റെ മധുരം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് മാറാൻ എനിക്ക് കഴിയൂല. ബഹുമാനപ്പെട്ട ഉബാദ് ബിൻ ബിശ്ർ തങ്ങളുടെ മറുപടി കേട്ടുകൊണ്ട് അമ്മാർ തങ്ങൾ പിടഞ്ഞെഴുന്നേൽക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മൾ ഹംസത്തുൽ കറാർ തങ്ങളുടെ കരൾ കൊടുത്ത കഥ വായിച്ചിട്ട് പുതച്ചമോടി കിടന്നുറങ്ങാനാണോ? ജഅഫർ തയ്യാറിന്റെ ചരിത്രം വായിച്ചിട്ട് വീട്ടിൽ പോയി കിടന്ന് സുബഹി ഖളാക്കാനാണോ? ഉബാദിന്റെ ചരിത്രം കേട്ടിട്ട് നമ്മൾ വീട്ടിൽ പോയി സുഖസുന്ദരമായി വിശ്രമിച്ചിട്ട് ഇന്നലത്തതുപോലെ ഇനിയും ജീവിക്കാനാണോ? അല്ല മോനെ, പിടഞ്ഞെഴുന്നേൽക്കണം. എന്റെ ഈ ജീവിതം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം. ഇത് വിശ്രമിക്കാനുള്ള ജീവിതമല്ല, ഇത് പരിശ്രമിക്കാനുള്ള ജീവിതമാണ്. ഇത് ആസ്വദിക്കാനുള്ള ജീവിതമല്ല, ഇത് അധ്വാനിക്കാനുള്ള ജീവിതമാണ്. ഇവിടത്തെ തോട്ടങ്ങൾ വാങ്ങാനും മാനം മുട്ടുന്ന കൊട്ടാരമുണ്ടാക്കാനും പാറിപ്പറക്കുന്ന വാഹനം വാങ്ങാനും അല്ല. ഇവിടുത്തെ യാത്രകൾ മുഴുവനും നാളത്തെ വിശ്രമത്തിനാണ്. നാളെ കബറിടത്തിൽ കിടക്കുമ്പോ ഒന്ന് വിശ്രമിക്കാൻ പറയപ്പെടുന്ന മയ്യിത്തുകളിൽ, ആളുകളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നമ്മുടെ മഹാന്മാരായ ഉസ്താദമാർക്ക് വേണമെങ്കിൽ മൂലക്കിരുന്നിട്ട് വലിയ പണ്ഡിതനാന്ന് പറഞ്ഞിട്ട് ദർസ് മാത്രം നടത്തിയിരിക്കാം. കാലത്തിന്റെ കാലച്ച കേട്ട് കാരുണ്യത്തിന്റെ കരസ്പർശവുമായി ഇറങ്ങിയ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് മഹാനവറുകൾക്ക് വേണമെങ്കിൽ മർക്കസിൽ ഇരുന്ന് ദർസ് നടത്തി മാത്രം ജീവിക്കാം. പക്ഷേ ഈ ജീവിതം അങ്ങനെ ചടഞ്ഞുകൂടാൻ മാത്രമുള്ളതല്ല. എന്റെ യാത്രകൾ ഈ ഉമ്മത്തിന്റെ മോചനത്തിനാണ്. എന്റെ ശബ്ദം ഈ സമുദായത്തിന്റെ പ്രതാപത്തിനാണ്. എന്റെ ജീവിതം മുഴുവനും ഈ ഉമ്മത്തിന്റെ മോക്ഷത്തിനും ദീനിന്റെ സേവനത്തിനുമാകണമെന്ന് തീരുമാനിച്ച് ഒരുങ്ങി പുറപ്പെട്ട പണ്ഡിത കേസരിയാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. വേണമെങ്കിൽ ഒരു ദർസ് നടത്തിയിട്ട് ഒരു മുദർരിസായി ജീവിക്കാൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള വൈജ്ഞാനിക പാടവമുള്ളവർ. ഒരു പള്ളിയിലെ ഖതീബോ മുദർരിസോ മാത്രമായിരുന്നാൽ മഹാനവറുകൾക്ക് വിമർശനത്തിന്റെ ചാട്ടുളികൾ ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ വിമർശനത്തിന്റെ മുഴുവൻ തേറ്റകളെയും പൂമാല പോലെ സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെട്ടത് കാലത്തെ ചലിപ്പിക്കാനും കാരുണ്യത്തെ പ്രവഹിപ്പിക്കാനും കാലത്തിന്റെ ആത്മീയതയുടെ ചക്രവാളം നിയന്ത്രിക്കാനുമാണ്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവർ ചെയ്യും പോലെ ചെയ്യാൻ നമുക്ക് പറ്റൂല. അള്ളാഹു നൽകുന്ന നിയോഗമാണ് ഓരോരുത്തർക്കും ഓരോന്നും. ആ നിയോഗം പോലെ ആകാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാനെങ്കിലും കഴിയണം. ലിബിയയിൽ ഷഹീദായി പോയ ഉമറുൽ മുഖ്താറിനെ പോലെ അവിടുന്ന് കഴുത്തിലേക്ക് കയറി വരുമ്പോ ഖുർആൻ ഓതാനുള്ള ധൈര്യം ചിലപ്പോൾ നമുക്കുണ്ടാവുമെന്ന് അറിയൂല. അള്ളാഹു നമ്മുടെ എല്ലാ ഈമാൻ കാത്തുരക്ഷിച്ചു പെരുമാറാകട്ടെ. പക്ഷേ അവരെ ആദരിക്കാനുള്ളൊരു മനസ്സ് വേണം. കഴിഞ്ഞുപോയ മഹാന്മാരെയും ജീവിച്ചിരിക്കുന്ന പണ്ഡിത കേസരികളുടെയും വൈജ്ഞാനിക പാടവത്തെയും നേതൃത്വ ശക്തിയെയും ഉൾക്കൊള്ളാൻ കഴിയണം. ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ ഇതുപോലെ നയിക്കുന്ന ഒരു പണ്ഡിതന് ലോകത്ത് ഏത് രാജ്യത്ത് നിന്ന് ആരെ എടുത്തു പറയാൻ പറ്റും? ഇത് ഞാൻ ഈ പ്രസ്ഥാനത്തിന്റെ അംഗമായോണ്ട് പറയല്ല. നിഷ്പക്ഷമായി വിലയിരുത്താൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആനുകാലിക ലോക പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് ലോകം തുറന്നു കിടക്കുന്നുണ്ട്. ഇപ്പോഴും താഴേക്കിട മുതൽ ഉന്നത തലം വരെ ഒരുപോലെ നിറഞ്ഞു നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു പണ്ഡിത കേസരി എവിടെ? നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ചെയർമാനോ അധ്യക്ഷനോ ആയതുകൊണ്ട് പർവ്വതീകരിച്ച് പറയുകയല്ല. രാഷ്ട്രീയത്തിന്റെ പിന്തുണയോ സാമ്പത്തികതയുടെ പിൻബലമോ ഇല്ല. അള്ളാഹുവിലുള്ള അർപ്പണബോധത്തിന്റെ ആത്മബലം കൊണ്ട് കാലത്തെ അതിജയിച്ച പണ്ഡിത കേസരി എന്ന് വായിക്കുമ്പോ തിരുത്തി പറയാൻ ഒരാൾക്കും പറ്റൂല. അതുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരുടെ മൂല്യം നമ്മൾ അറിയണം. ഒന്നുമില്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിയണം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വിമർശനങ്ങളും എതിർപ്പുകളും വന്നപ്പോ വേണമെങ്കിൽ ഒരു മൂലയിലിരിക്കാം.
ഇനിയിപ്പോ ഇതൊന്നും വേണ്ട, എനിക്ക് സ്വസ്ഥമായി പഠിപ്പിച്ച് അള്ളാഹു തന്ന ഇൽമും പ്രചരിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പിന്നെയും നിർമ്മിക്കപ്പെട്ട പള്ളികൾ ഇവിടെ സാധ്യമാകുമായിരുന്നില്ല. ഉയർന്നു വന്ന അനാഥാലയങ്ങളും പടുത്തുയർത്തപ്പെട്ട വൈജ്ഞാനിക പർവ്വതങ്ങളും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടൊരു മനുഷ്യന്റെ ജീവിതം കൊണ്ട് ചെയ്യാവുന്നതിന്റെ എത്രയും വിസ്തൃതമായ ലോകമാണ് ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർകൾ ഇവിടെ ഉണ്ടാക്കിയെടുത്തത് എന്ന് നാം ആലോചിക്കണം, ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണം. ഞാൻ 2 മക്കളെയും 3 മക്കളെയും ഒരു കുടുംബത്തെയും പോറ്റാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയെടുത്ത് ക്ഷീണിച്ച് എന്നിട്ടും പ്രാരാബ്ധവും പരിവട്ടവുമായി ഓടുന്നു. ഒരു മനുഷ്യന്റെ സഞ്ചാരം മുഴുവനും ഈ ലോകത്തെ കരുണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാനിവിടെ, ആ ഗുരുവര്യരെവിടെ എന്ന് ചിന്തിക്കാനുള്ള സ്വതന്ത്രമായൊരു സമയം നാം കണ്ടെത്തണം. രാഷ്ട്രീയ പ്രാസ്ഥാനിക ഭേദങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആലോചിക്കണം. വിമർശിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആലോചിക്കണം, ഞാൻ ഈ വിമർശിക്കുന്ന സമയത്ത് വിമർശിക്കപ്പെടുന്ന മനുഷ്യൻ എവിടെ? നമുക്ക് ആലോചിക്കാൻ പറ്റണം. ഞാൻ കാന്തപുരത്തിന് കുറ്റം പറയാൻ പോവുക, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, നമ്മൾ കൊണ്ട് കുറ്റം പറയുന്ന അവസ്ഥ അള്ളാഹു വെക്കാതിരിക്കട്ടെ. അപ്പൊ ആലോചിക്കണം, ഞാൻ ഈ പറയാൻ പോണ മനുഷ്യനിപ്പോ എന്താ ചെയ്യണത്? അപ്പോൾ ഒന്നുകിൽ ഒരു പള്ളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഇസ്ലാമിക കോൺഫറൻസിൽ പങ്കെടുത്തിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ക്യൂ നിൽക്കുന്ന പാവപ്പെട്ടവർക്ക് പരിഹാരത്തിന്റെ വഴി പറഞ്ഞു കൊടുക്കുകയായിരിക്കും, അല്ലെങ്കിൽ നയപരമായ ഒരു കാൽവെപ്പിന് വേണ്ടിയുള്ള കൃത്യമായ ഉടമ്പടിയിലായിരിക്കും. അപ്പോഴാലോചിക്കണേ, എനിക്കോ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആ ചെയ്യുന്ന മനുഷ്യനെ എന്തിനു കുറ്റം പറയണം? ഇങ്ങനെയെങ്കിലുമുള്ള ഒരു വകതിരിവും വിവേകവും ഈ സമുദായത്തിനുണ്ടാകണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര, മുൻഗാമികൾ പരിത്യാഗത്തിന്റെ വഴിയിലൂടെ പറുദീസ പണിതവരാണ്. ആ മുൻഗാമികളുടെ വഴിയിൽ നിന്ന് ഊർജമേറ്റെടുത്തവരാണ് നമ്മുടെ പണ്ഡിതന്മാർ. അവരെ നയിക്കുന്നത് ഖുർആനാണ്, അവരെ മുന്നോട്ട് കാലുവെപ്പിക്കുന്നത് പരിശുദ്ധമായ ഖുർആനിന്റെ സന്ദേശമാണ്. കാരണം എന്റെ അല്ലാഹുവിന്റെ പവിത്രമായ ദീനിന് വേണ്ടി അങ്ങ് സേവനം ചെയ്താൽ ഹിയ ജന്നത്തുൻ താബത് വതാബ നഈമുഹാ വനഈമുഹാ ബാഖിൻ വലൈസ ബിഫാനി. മനോഹരമായ സ്വർഗം അവിടെ കാത്തിരിക്കുന്നുണ്ട്. അതിലെ അനുഗ്രഹങ്ങൾ അവസാനിക്കുന്നതല്ല, അതിലെ ആനുകൂല്യങ്ങൾ അസ്തമിച്ചു പോകുന്നതല്ല. ആനന്ദമായ പവിത്രമായ അല്ലാഹുവിന്റെ ഖുർആനിന്റെയും ദീനിന്റെയും സന്ദേശങ്ങളെ ഒന്നേറ്റെടുക്കാൻ നമുക്ക് കഴിയണ്ടയോ? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇടയിലൂടെ നിങ്ങളുടെ കയ്യിൽ പല പ്രഭാഷണങ്ങളുടെ CD എത്തും. ഇന്ന് ഇറങ്ങിയ പ്രിയപ്പെട്ട സഹോദരിയോട് സ്നേഹപൂർവ്വം എന്ന കരുനാഗപ്പള്ളിയിലെ പ്രസംഗവും എത്തും, കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളും സ്വഹാബാ കിറാമും വരച്ചു തന്ന വഴിയിലൂടെയുള്ള സഞ്ചാരമാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് കഴിയണം. മുൻഗാമികളായ ആളുകൾ മുഴുവനും അതിലൂടെയാണ് ജീവിച്ചത്. മഹാന്മാരായ ഖലീഫമാര് മുഴുവനും അങ്ങനെയാണ്. അവർക്ക് ഖുർആൻ അതിന്റെ ആശയം അറിഞ്ഞിട്ട് പാരായണം ചെയ്ത് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു അഹദൻ അക്തറ ഖുശൂഅൻ മിനൽ ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഖുശൂഉള്ള ആത്മീയമായ ആധ്യാത്മികമായ വിചാരമുള്ള ആളെ ഞാൻ കണ്ടിട്ടില്ല. ഖാമ ലൈലതൻ ഇല സ്വബാഹി ബിസൂറത്തി അമ്മ യതസാഅലൂൻ. ഒരു രാത്രിയിൽ അമ്മ യതസാഅലൂൻ എന്ന സൂറത്ത് ഓതി അതിലൂടെയായി നേരം വെളുക്കും വരെ നിൽക്കുകയാണ്. അതിന്റെ ആശയത്തിൽ ലയിച്ചുകൊണ്ട് നിന്നുപോയി. പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഖുർആനുമായി അഭേദ്യമായ ബന്ധമുള്ളവളാകണം. ഇൻ തത്ലബ് മൂനിസൻ ഫൽ ഖുർആനു യക്ഫീ. മോളെ, നേരം പോക്കിന് വേറെ ചാനൽ വേണ്ട, സീരിയൽ വേണ്ട. നേരം പോക്കിന് ആണുങ്ങളെ വിളിച്ച് നിന്റെ പ്രത്യേകമായ കോൾ സംവിധാനങ്ങൾ വേണ്ട മോളെ.
നിന്റെ മനസ്സ് മദീനയിലെ രാജാവിലേക്ക് ലയിപ്പിച്ചിട്ട് ഖുർആനാകുന്ന നിന്റെ ആത്മീയമായ നേരം പോക്കിന് നീ സമയം കണ്ടെത്തണേ മോളെ. ഇൻ തത്ലബു മൂനിസൻ ഫൽ ഖുർആനു യക്ഫീ. ഇന്ന് നമ്മുടെ ആളുകളൊക്കെയും പലപ്പോഴും വഴികേടായി പോകുന്നത് എവിടുന്നാ? നേരം പോക്കിന് വേറെ ഒന്നുമില്ല. അതിനാണൊരു TV വാങ്ങി വീട്ടിൽ കൊടുത്തത്. എന്റെ ഭാര്യ ഒറ്റയ്ക്കേ ഉള്ളൂ, അവൾക്ക് നേരം പോക്കിനാണ്. മോളെ, ഒറ്റയ്ക്കിരിക്കുമ്പോ നിനക്ക് നേരം പോക്കിനുള്ളതെന്താണ്? ഖുർആനാണ് നിന്റെ നേരം പോക്കിന് വായിക്കാൻ അഥവാ പാരായണം ചെയ്യാൻ. നീ അതുമായി അഭേദ്യമായ ബന്ധമുള്ളവളായാൽ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു ഓതുകയാണ് ഒരു ദിവസം, ഇദശംസു കുവിറത് എന്ന സൂറത്തോതി വഇദസ്സുഹുഫു നുശറത് എന്ന ആയത്തെത്തിയപ്പോൾ, ഏടുകൾ നിവർത്തപ്പെടുന്ന പരലോകത്തെ കുറിച്ചുള്ള വിചാരമെത്തിയപ്പോൾ, ഫഖറ മഗ്ശിയൻ അലൈഹി ദീർഘനേരം ഭൂമിയിൽ കിടന്ന് പിടയ്ക്കുകയാണ്. പടച്ചവന്റെ മഹാത്മ്യം മനസ്സിലാക്കി പരലോക വിചാരം മനസ്സിലേക്ക് വന്നപ്പോ സാറ ചക്രവർത്തിമാരെയും റോമാ ഭരണാധികാരികളെയും ഞെട്ടിത്തെരിപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ വാചകം കേട്ടപ്പോഴേക്ക് ഓതിയപ്പോഴേക്ക് ബോധരഹിതനായി വീണുപോയി. മോനെ, ആ ഖുർആനല്ലേ നമ്മുടെ കയ്യിലുള്ളത്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, അന്യ പെണ്ണിനെ സ്നേഹിച്ച് നിന്റെ മനസ്സ് കേടുവരുത്തരുത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഏതോ ഒരുത്തനെ കണ്ടിട്ട് നിന്റെ മനസ്സ് കേടുവരുത്തരുത്. പ്രണയിക്കാനൊരു രാജാവുണ്ട്, സ്നേഹിക്കാനൊരു നായകനുണ്ട്, അനുരാഗത്തിന്റെ ഒരു പ്രണയപ്രവാഹമുണ്ട്. അതാരാണ്? മദീനയിലെ നേതാവാണ്. ലാ യുമിനു അഹദുകും ഹത്താ കൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും പുണ്യനബിയെ പ്രണയിക്കുന്നത് വരെ ഒരാളുടെയും ഈമാനല്ല മോനെ. അതുകൊണ്ട് ഭൗതികമായ ലോകത്ത് നിന്ന് ആത്മീയതയിലേക്കുള്ള കവാടം ഖുർആൻ പാരായണം കൊണ്ട് നേരം പോക്ക് കിട്ടുന്ന ഖൽബ് വേണോ? സമയം മുഴുവനും അത് നുകരുന്ന അനുഭൂതി വേണോ? വേറെവിടെയും പോകണ്ട. മദീനയിലെ രാജാവ് എന്റെയും നിന്റെയും ഖൽബിന്റെയും കരളിന്റെയും കുളിര് പകർന്നു തരുന്ന ലോകത്തിന്റെ മുഴുവനും നായകനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് പ്രേമിക്കുമോനെ. പ്രേമം എന്ന വാക്കിന് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഏറ്റവും ഉന്നതമായ സ്നേഹം ലോകത്തിന്റെ നേതാവ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകണം. ആ സ്നേഹം നൽകുമ്പോഴാണ് നിന്റെ ഈമാനാകുന്നത്. നീ പ്രേമിക്കുന്ന പെണ്ണ് അവളുടെ സൗന്ദര്യമാണോ? സബ്സേ ആലാ ഹമാരെ ആഖായെ നാംദാർ ഹേ. നീ സ്നേഹിക്കുന്നത് നിനക്ക് ആത്മീയമായി അനുഭൂതി ലഭിക്കാനാണോ? എല്ലാ നന്മകളുടെയും കലവറയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് ഖൽബിന്റെ ഉള്ളിൽ നിന്ന് പ്രണയിച്ച് സ്നേഹിക്കണം പൊന്നുമോനെ. എല്ലാ പോരാളികളും വിജയിച്ചതവിടെയാണ്. എല്ലാ മഹാന്മാരും വിജയിച്ചതവിടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് വരുമ്പോഴല്ലാതെ എന്റെയും നിന്റെയും മനസ്സിന്റെ ധർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. എന്റെയും നിന്റെയും ഖൽബിന്റെ കർമ്മം നിർവഹിക്കപ്പെടുന്നില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്നത് വരെ നമ്മുടെ ഈമാനാകുമോ? ചെറുപ്പക്കാരാ, നിന്റെ എത്ര വലിയ കൂട്ടുകാരനായാലും, പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ എത്ര വലിയ ബോയ് ഫ്രണ്ട് ആയാലും, മോളെ, നിന്നെ നാളെ മരിച്ച് കബറിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവച്ചാൽ നിന്റെ കൂട്ടുകാരനില്ല, നിന്റെ കൂട്ടുകാരില്ല.
അവിടെ വരാൻ അധികാരമുള്ള നേതാവാരാണ്? അവിടെ കാണിക്കപ്പെടുന്ന നേതാവാരാണ്? എന്റെയും നിന്റെയും ഖൽബിന്റെ രാജാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടും. കാണിച്ചിട്ട് ചോദിക്കും, ഈ നേതാവിനെ അറിയുമോ? ഞാൻ നീട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് എന്ന് പറഞ്ഞു ഒരൽപ്പം സ്വലാത്തു ചൊല്ലി ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിക്കപ്പെടും. ഫോട്ടോ ആണെന്ന് നീ തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. അള്ളാന്റെ റസൂലിനെ കാണിക്കാൻ എന്തെല്ലാം സംവിധാനം റബ്ബിനുണ്ട്. നമുക്കിന്ന് ലോകത്തെ ഭരണാധികാരികളെ കാണാൻ എന്തെല്ലാം സംവിധാനമുണ്ട്. എനിക്ക് ഇപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ഒന്ന് കാണണമെങ്കിൽ വേണമെങ്കിൽ ചാറ്റിംഗ് സംവിധാനത്തിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് കാണാം. ഞാനിവിടെ സംസാരിക്കുമ്പോൾ അബുദാബിയിലും ഖത്തറിലും സൗദിയിലും ഒമാനിലും കുവൈത്തിലും അതുപോലെ ബഹ്റൈനിലും അതുപോലെ അമേരിക്കയിലും ഫ്രാൻസിലും ഒക്കെ ഇരിക്കുന്ന നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ പലരും എന്നെ കാണുന്നുണ്ട്, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് ഭൗതികമായൊരു സംവിധാനമാണെങ്കിൽ മദീനയിലെ രാജാവിനെ ലോകത്തുള്ള എല്ലാ ഖബറിലേക്കും കാണിക്കാൻ റബ്ബിന് എന്തെല്ലാം സംവിധാനമുണ്ടാകാം. കൃത്യമായി പറയാൻ എനിക്ക് വിവരമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറവും സംവിധാനമില്ലേ? ഭൂമിയുടെ അടിയിലൂടെ തന്നെ ഹബീബിന്റെ ഖബറു ശരീഫിലേക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനം റബ്ബിന് ചെയ്യാമല്ലോ. അങ്ങനെ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടാകാം. ഏതായാലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിക്കപ്പെടുമ്പോ ഇതാരാണെന്ന് ചോദിക്കുമ്പോ എനിക്കും നിനക്കും പറയണ്ടേ, മോനെ അനീസി ഇന്ദ വഹദതി വഹബീബു ഖൽബി, ഞാൻ ലോകത്തുള്ള എല്ലാവരെക്കാളും സ്നേഹിച്ച എന്റെ നേതാവാണ്. എന്റെ ഭാര്യ പിണങ്ങിയാൽ എനിക്ക് വിഷമമില്ല, എന്റെ മക്കൾ പിണങ്ങിയാൽ അത്ര പ്രയാസമില്ല. പക്ഷേ എന്റെ നേതാവിനോട് പിണങ്ങുന്ന അവസ്ഥ വന്നു പോയാൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്റെ ജീവിതം മുഴുവനും ബലി കഴിച്ചു കൊടുത്തത് ഈ നേതാവിന് വേണ്ടിയാണ്. എന്റെ ഉറക്കൊഴിച്ചത് മുഴുവനും എന്റെ നേതാവിന് വേണ്ടിയാണ്. എന്റെ യാത്ര ചെയ്തത് മുഴുവനും ഈ നേതാവിന് വേണ്ടിയാണ്. എന്റെ ശബ്ദം മുഴുവനും ഈ നേതാവിനാണ്. എന്റെ രചനകൾ മുഴുവനും ഈ നേതാവിനാണ്. എന്റെ ജീവിതം മുഴുവനും ഈ നേതാവിനാണ്. അങ്ങനെ മഹബത്ത് വെച്ചിട്ട് എല്ലാം സമർപ്പിക്കപ്പെട്ട നേതാവെന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും അർഹതയുണ്ടോ? അതുകൊണ്ട് ഈമാനുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിൽ വിശ്വാസമുള്ള മുസ്ലിമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ജലാലത്ത് ഖൽബിൽ വന്നങ്ങ് മുട്ടണം. റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ മഹബത്ത് ഖൽബിൽ വന്നങ്ങ് മലയണിയിക്കണം. ആ ഹബീബിന്റെ പേരിൽ ലയിച്ചു ചേർന്നിട്ട് അടിമുടിയങ്ങ് ഹബീബിലേക്കൊന്ന് സമർപ്പിക്കണം. ഈ സെക്കൻഡിൽ മരിച്ചാലും പരാതിയില്ല. എനിക്കെന്റെ ഹബീബിനെ കണ്ടു മരിക്കണം, ഹബീബ് എന്നെ ഒന്ന് ഏറ്റെടുക്കണം. ഇതല്ലാതെ വേറെ ആശയുണ്ടോ? അങ്ങനെ എന്റെ ഹബീബ് എന്നെ ഏറ്റെടുത്താൽ എനിക്ക് സ്വർഗത്തിൽ ചെല്ലില്ലെന്ന് വേജാറുണ്ടോ? നരകത്തിൽ പോകുമെന്ന പേടിയുണ്ടോ? അള്ളാന്റെ ഹബീബിൽ അങ്ങ് ലയിച്ചു ചേരുകയല്ലാതെ എനിക്ക് മോചനത്തിന് വേറെ വഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ,
ഇവിടുത്തെ എല്ലാ യോഗ്യതകളും അവസാനിക്കും, എല്ലാ കൊട്ടാരങ്ങളും തരിപ്പണമാകും, എല്ലാ പണവും ഇല്ലായ്മ ചെയ്യപ്പെടും. പക്ഷേ അള്ളാന്റെ ഹബീബിനോടുള്ള ബന്ധം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഓടിച്ചെല്ലണം. എന്റെ നേതാവരുടെ നേതൃത്വം കൊടുക്കുന്നുണ്ട്, എനിക്ക് ദുനിയാവിൽ വെച്ച് സ്വപ്നത്തിൽ കണ്ട് പരിചയമുണ്ട്. അങ്ങനെയുള്ള നേതാവിന്റെ അടുക്കലേക്ക് ഓടി അങ്ങ് ചെന്നിട്ട് പറയണേ, യാ റസൂലല്ലാഹ്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജീവിതത്തിലും കനവിലും നിലവിലും കണ്ട് പരിചയമുള്ള അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന ഹുവൈദിമുക ഉനൈസ്, ഓ നബിയേ, ഞാൻ അവിടത്തേക്ക് സേവനം ചെയ്ത കൊച്ചനസാണ് നബിയേ എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെല്ലുമ്പോ, ഓ ഹബീബേ, വേണ്ട പോലെ മഹബത്ത് വെക്കാൻ ആശിച്ചെങ്കിലും കഴിഞ്ഞില്ല, കൈയൊഴിയല്ലേ ഹബീബേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്നിട്ടൊന്ന് കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ചാൽ ആ റസൂലുള്ളാഹിന്റെ കാല് പിടിച്ചവർ രക്ഷപ്പെട്ടുപോയി. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബൊന്ന് ലയിപ്പിച്ചു തരണം റഹ്മാനേ. നാവ് കൊണ്ട് പറയുന്നതിനേക്കാൾ വലിയ മഹബത്ത് ഞങ്ങളുടെ കൽബിൽ തരണം റബ്ബേ. കൂട്ടുകാരാ, അതുകൊണ്ട് നമുക്ക് സ്നേഹിക്കാൻ ഏറ്റവും പറ്റിയ നേതാവ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്കിരുന്നൊരു 10 സ്വലാത്ത് ചൊല്ലണം, ആ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ഇഷ്ക് വെക്കണം. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനുള്ള സമാധാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം സ്വർഗത്തിൽ കിട്ടാനാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു 63 പരം പരിക്ക് വാങ്ങിയിട്ട് ഷഹീദായി പോയത്. ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്ത് കിട്ടാൻ. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഷഹീദായത് എനിക്ക് നാളെ റസൂലുള്ളാഹിന്റെ ചാരത്തെത്താൻ. എല്ലാ ശുഹദാക്കളും അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തെത്തി കിട്ടുമല്ലോ എന്ന ആശ. പക്ഷേ നമുക്കെന്താണ് മുമ്പിൽ വെക്കാനുള്ളത്? അവരെല്ലാം ജീവിതം തന്നെ ചെലവഴിച്ചു റബ്ബിന് വേണ്ടി. അവരാ ആശ വെച്ചുകൊണ്ടിറങ്ങിപ്പോയി അല്ലാഹുവിലേക്ക്, ഹബീബിലേക്ക്. നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് ഈ പവിത്രമായ വേദിയിൽ വെച്ച് വസിയ്യത്ത് ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങളെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം. ബഹുമാനപ്പെട്ട റബീഉ ബിനുൽ ഖൈസം റളിയല്ലാഹു അൻഹു അതാ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. നരകത്തിന്റെ ഗംഭീര്യമായ രംഗമങ്ങ് ഓതുമ്പോൾ ഫഖറ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീണുപോയി. ഫഫാത്തഹുൽ ളുഹ്റു വൽ അസ്റു വൽ മഗ്രിബ് വൽ ഇശാ, 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയവും ബോധരഹിതനായി കടന്നുപോയി. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അതാ റളിയല്ലാഹു അൻഹും ഇബ്നു ഉമർ തങ്ങളും കൂടി പോയി. ഇബ്നു ഉമർ തങ്ങളും ഉബൈദ് ബിൻ ഉമൈറും ബഹുമാനപ്പെട്ടവരുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവിയുടെ അടുക്കലേക്ക് പോയി. ഫദഖൽനാ അലൈഹാ വബൈനനാ വബൈനഹാ ഹിജാബ്. ഞങ്ങൾ ആയിഷ ഉമ്മന്റെ അടുക്കൽ ചെന്നപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല, മറയിട്ടിട്ട് മറയുടെ പിന്നിലാണ് നിന്നത്. അപ്പോൾ ചോദിച്ചു, ഓ ഉബൈദ, എന്തേ കുറെ കാലമായല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നിന്ന് ലഭിച്ച ഒരു അത്ഭുതം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഫബക്കത്ത് വഖാലത്ത്, എന്നിട്ട് കരഞ്ഞുകൊണ്ട് മഹദിയായ ആയിഷ ബീവി പറയാണ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും അത്ഭുതമാണ്. അതാനി ഫീ ലൈലത്തി, എന്റെ കൂടെ താമസിക്കേണ്ട രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. കാരണം ഭാര്യമാരുടെ ഇടയിൽ ഊഴം നിശ്ചയിച്ചിട്ട് ഓരോരുത്തർക്കും ടൈം ടേബിൾ ഉണ്ട്. എന്റെ കൂടെ ജീവിക്കേണ്ട ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. ഹത്താ മസ്സജിൽ ദുഹൂരിൽദീ, ഞങ്ങൾ തൊട്ടുരുമ്മി തന്നെ കിടന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മോളെ ആയിഷ, ഞാൻ എന്റെ റബ്ബിനോടൊന്ന് സംഭാഷണം നടത്തിക്കോട്ടെ മോളെ, ഞാൻ എന്റെ റബ്ബിനൊന്ന് ആരാധന ചെയ്തോട്ടെ മോളെ. കാലത്ത് അപ്പോൾ മഹദി പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, വല്ലാഹി ഇന്നി ഉഹിബ്ബു ഖുർബക വ ഇന്നി ഉഹിബ്ബു അൻ തഅബുദ റബ്ബക, അല്ലയോ തങ്ങളെ, തങ്ങളെന്റെ അടുക്കൽ വേണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്, തങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു എടുത്തു. എന്നിട്ട് ഫഖാമ യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്ന് നിസ്കരിച്ചു. അവിടുന്ന് ദാ റസൂലുള്ളാഹിന്റെ കരച്ചിൽ കൊണ്ട് നിലത്തങ്ങ് നനഞ്ഞുപോയി, ചരിഞ്ഞൊന്ന് കിടന്നു. ആ ഭാഗവും അവിടുന്ന് കണ്ണുനീര് കൊണ്ട് നനഞ്ഞുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്കിന്റെ സമയം വിളിച്ചു. ഫഖാല യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട നബിയേ. ബഹുമാനപ്പെട്ട മഹദി പറയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നബിയെ കരയുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. ചോദിച്ചു, നബിയെ, തങ്ങൾ പാപം ചെയ്യാൻ വകുപ്പുള്ളവരല്ലല്ലോ, മഅസൂമല്ലേ, സുരക്ഷിതരല്ലേ, പിന്നെന്തിനാണ് കരയുന്നത്? വൈഹക യാ ബിലാൽ, ഓ ബിലാലേ, വല്ലാത്ത നാശം തന്നെ. ഇന്നലെ രാത്രി ഒരായത്തിറങ്ങിയതിൽ പേടിച്ചിട്ടാണ് ഞാൻ കരഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന ആശയമുള്ള ആയത്തിറങ്ങിയിട്ടുണ്ട്. സുമ്മ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കർ ഫീഹാ. ഈ ആയത്തോതിയിട്ട് ചിന്തിക്കാത്തവന് വല്ലാത്ത നാശം തന്നെ. ഈ ആയത്ത് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയതെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എത്രയോ സംഭവങ്ങളാണ് പറയാനുള്ളത്. അറിയുമോ ബഹുമാനപ്പെട്ട അബൂ മുആവിയത്തുൽ അസ്വദ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾക്ക് കണ്ണിന് കാഴ്ചയില്ല, പക്ഷേ വകാന യുഹിബ്ബു ഖിറാഅത്തൽ ഖുർആൻ, ഖുർആൻ ഓതാൻ ആശയുണ്ട്. വകാന ഇദാ ഫതഹൽ മുസ്ഹഫ റദ്ദ ബസറഹു ഇലൈഹി. മഹാനവർകൾ ഖുർആൻ തുറന്നാൽ കാഴ്ച വന്നു പോയി. ഖുർആൻ ഓതി തീർത്തിട്ട് മടക്കി വെക്കുമ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഒരു ദിവസം രാത്രിയിൽ ആത്മീയമായ ഒരു അശരീരി കേൾക്കുന്നു, ഓ അബൂ മുആവിയ, നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടല്ല, നിങ്ങൾ എന്നെ മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് നിങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ടാണ്. ഖുർആൻ ഓതുമ്പോ മാത്രം കണ്ണു കണ്ട മഹാനാണ് അബൂ മുആവിയത്തുൽ അസ്വദ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ട സഹോദരാ, ഇതുപോലെ എത്രയോ സംഭവങ്ങളാണ് മഹാന്മാരായ ആളുകൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിച്ചത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മെ മുഴുവനും സ്വാലിഹീങ്ങളിൽ പെടുത്തി അനുഗ്രഹിച്ചു തരട്ടെ. അവസാന ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം ജല്ല ജലാലായ റബ്ബ് നമുക്ക് നൽകട്ടെ. ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അബ്ദുൽ വാഹിദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്നു, ഞങ്ങൾ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടു പോയി. സമയം കുറവായതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞങ്ങളതാ ഒരു ദ്വീപിലേക്ക് എത്തിപ്പെട്ടു പോയി. വൈദാ ഫീഹാ റജുലൻ യഅബുദു സനമൻ, അതാ അവിടെ ഒരു ബിംബാരാധകനെ കാണുന്നു. ഫഖുൽനാ ലഹു, ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പോൾ ബിംബം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങൾ അയാളോട് പറഞ്ഞു, ഇലാഹക ഹാദാ മസ്നൂഉൻ വഇൻദനാ മൻ യസ്നഉ മിസ്ലഹു മാ ഹാദാ ബിഇലാഹി യുഅബദ്. അല്ലയോ സഹോദരാ, ഞാൻ ഈ കാണുന്ന ബിംബം ആരോ ഉണ്ടാക്കിയതല്ലേ? ഇതുപോലുള്ള പ്രതിമയുണ്ടാക്കുന്ന ആളുകൾ ഞങ്ങളുടെ അടുക്കലുണ്ട്, പക്ഷേ ഞങ്ങൾ അവരെ ആരാധിക്കാറില്ല. ചോദിച്ചു, നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, നഅബുദുല്ലദീ ഫി
السماء عرشه وفي الأحياء والأموات قضاؤه. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്കാരാണത് പറഞ്ഞു തന്നത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു തആല റസൂലിനെ അയച്ചു തന്നിട്ടുണ്ട്. ഫഅഖ്ബറനാ ബിദാലിക, ആ റസൂലാണ് ഞങ്ങൾക്ക് റബ്ബിനെ പറഞ്ഞു തന്നത്. ഫഹൽ തറക ഇൻദകും മിൻ അലാമ, ആ റസൂൽ വല്ല അടയാളവും നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, നഅം തറക ഇൻദനാ കിതാബൽ മലികി, ഉടമസ്ഥനായ റബ്ബിന്റെ കിതാബ് ഞങ്ങളുടെ അടുക്കൽ തന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ കിതാബ് ഒന്ന് കാണിച്ചു തരുമോ? അതെ, ഞങ്ങൾ കിതാബ് അങ്ങ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഭാഷ അറിയില്ല, നിങ്ങളൊന്ന് ഓതിയേ. ഫഖറഅനാ അലൈഹി സൂറത്തൻ, ഒരു സൂറത്ത് ഞങ്ങൾ അങ്ങ് ഓതിക്കൊടുത്തു. ഫലം യസൽ യബ്കീഹി, അദ്ദേഹം അങ്ങ് കരയാൻ തുടങ്ങി. ഞങ്ങൾ ആ സൂറത്ത് പൂർത്തിയാക്കുന്നത് വരെ ഞങ്ങൾ അദ്ദേഹത്തോട് നല്ല ഉപദേശങ്ങൾ നൽകി. പിന്നെ അദ്ദേഹം മുസ്ലിമായി. ഞങ്ങൾ ദീനിന്റെ നിയമം പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 3 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ അതാ അദ്ദേഹത്തിന്റെ മരണമാസന്നമായി. ചോദിച്ചു, അല്ല ഫഖുൽതു ലഹു ഹൽ ലക മിൻ ഹാജ, 3 ദിവസം മുമ്പ് ഇസ്ലാമിലേക്ക് വന്ന ആളോട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ? ഉടനെ അവർ പറഞ്ഞു, ഖലാ ഹവായിജി മൻ ജാഅ ബികും ഇലൽ ജസീറതി ഫഇദാ ബിഹി ഖദ് ഫാറഖ ദുനിയാ റഹിമഹുല്ലാഹ്, നിങ്ങളെ ഇങ്ങോട്ട് എത്തിച്ചിട്ട് എനിക്ക് ഹിദായത്ത് നൽകിയ റബ്ബ് എന്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ചു തന്നിരിക്കുന്നു. ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരാൾക്ക് റബ്ബ് കൊടുത്ത ഹിദായത്തിന്റെ വെളിച്ചമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ഖുർആൻ നിത്യമായി പാരായണം ചെയ്യണം, ഖുർആനിനോട് ബന്ധമുള്ളവരാകണം. ഖുർആൻ നമുക്ക് നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടപ്പെടണം. ഇന്ന് ഈ ദീനിന് വേണ്ടി നിൽക്കുന്ന ഉലമാക്കളെ ആദരിക്കണം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെല്ലാം ഒന്ന് എഴുന്നേറ്റ് അടുത്ത് നിൽക്കുമോ? 5 മിനിറ്റ് അല്പം ചില കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെക്കണം, ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. ആ സ്നേഹത്തിലേക്ക് വിളിക്കുന്ന സംഘടനയാണ് SYS, ആ സ്നേഹത്തിലേക്ക് വിളിക്കുന്ന വിദ്യാർത്ഥി സംഘടനയാണ് SSF, ആ സ്നേഹത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനാണ് SBS. അല്ലാതെ ഇവിടെ രാജ്യത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കാനല്ല. അതുകൊണ്ട് എന്റെ ചെറിയ മോനെന്ന് നല്ല റസൂലുള്ളാഹിന്റെ മുഹിബ്ബാകണം. ഉമ്മമാരെ, മകനെ SBS-ൽ ചേർക്കണം. എന്റെ മകൻ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാകണം, അവനെ SSF-ൽ മെമ്പർഷിപ്പ് എടുപ്പിക്കണം. എന്റെ ഭർത്താവും എന്റെ സഹോദരനും എല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിന്റെ സഹായികളാകണം. അതിന് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങളുടെ സഹോദരങ്ങളെയും SYS-ന്റെ മെമ്പർഷിപ്പ് എടുത്തവരാക്കണം, അതിൽ പ്രവർത്തിക്കുന്നവരാക്കണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ ദീനിന്റെ സേവകരായെന്ന് മാറിയാൽ ഇൻഷാ അല്ലാഹ് നാളെ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ചേർന്ന് മുദ്ദാഹി ത്വാഹ ലാഹിഖാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബീങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ചേർന്ന് നാളെ സ്വർഗത്തിൽ ഹബീബിന്റെ ജിവാറിലെത്താൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്തിക്കോട്ടെ കൂട്ടുകാരാ, നമ്മൾ എത്ര പേരെയാണ് സ്വപ്നം കണ്ടത്? ഭാര്യമാരെ കണ്ടില്ലേ? കൂട്ടുകാരികളെ കണ്ടില്ലേ? കൂട്ടുകാരന്മാരെ കണ്ടില്ലേ? നാട്ടുകാരെ കണ്ടില്ലേ? അവരെക്കാളൊക്കെ സ്നേഹിക്കേണ്ട റസൂലുള്ളാഹിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു തവണയെങ്കിലും ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ടോ മോനെ? ഇല്ലെങ്കിൽ മഹബ്ബത്ത് എവിടെ? ഹബീബിനോടുള്ള അവകാശം എവിടെ? കാണണ്ടയോ മോനെ ഹബീബിനെ? റസൂലുള്ളാഹിന്റെ മുഖമൊന്ന് പരിചയപ്പെടണ്ടേ മോനെ? ദുനിയാവിൽ വെച്ച് സുലൈമാൻ ജസൂലി തങ്ങൾ ദുആയിൽ എഴുതിയില്ലേ, അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു, അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു. എനിക്കെന്റെ നേതാവിന്റെ മുഖം പരിചയം വേണം. ഫോട്ടോ തന്നിട്ടില്ല, എടുത്തു നോക്കാൻ. ചിത്ര
പത്രം വെച്ചിട്ടില്ല കോപ്പി അടിക്കാൻ, മറിച്ചോ കൽബിൽ വെച്ചിട്ടുള്ളൊരു മഹബത്തുണ്ട്. ആ മഹബത്തൊന്ന് വളർത്തിയെടുക്കണം. രാത്രി കിടന്നുറങ്ങുമ്പോ ആ നേതാവൊന്ന് വരണം, ആ നേതാവിനെ ഒന്ന് കണ്ട് ആസ്വദിക്കണം. പിന്നെ ഈ ജീവിതത്തിൽ ഒരു കാഴ്ചയും ആവശ്യമില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ യോഗ്യരല്ലെന്നറിയാം, അർഹതയില്ലെന്നറിയാം. നിന്റെ ഔദാര്യം കൊണ്ടൊന്ന് കാണിച്ചു തരണേ റബ്ബേ, ഒരുപാട് തവണ തരണേ റബ്ബേ. തങ്ങൾ കണ്ടില്ലേ, അള്ളാന്റെ റസൂലിന്റെ ഹദീസിന് സേവനം ചെയ്തു. മഹാനവർകളങ്ങ് വഫാത്തായി പോയി. ജനാസ എടുക്കാൻ അല്പമൊന്ന് വൈകിയപ്പോ അശരീരി വരുന്നു. ജനാസ എടുത്തോ, അള്ളാന്റെ റസൂല് ഖബറിൽ കാത്തു നിൽക്കുന്നുണ്ട്. എത്ര വലിയ ഭാഗ്യമാണ്. വഫയാത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട നൂറുകണക്കിന് മഹാന്മാരെ അതാ ബഹുമാനപ്പെട്ട റൗളുർ റയാഹീനിലില്ലേ, അതുപോലെ തന്നെ ജാമിഉ കറാമാത്തിൽ ഔലിയയിലില്ലേ. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തവണയെങ്കിലും ഒന്ന് കണ്ടിട്ട്, അല്ല ഒരുപാട് തവണ കണ്ടിട്ട്, അവസാന റൂഹ് പിരിയുന്ന നേരത്ത് ഹബീബിന്റെ ചിരിക്കുന്ന മുഖം, മോനെ എന്ന് വിളിക്കുന്നൊരു മുഖം ഒന്ന് കണ്ടിട്ട് മരിക്കാൻ അവസരം നൽകണം റഹ്മാനേ.